എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ ഗീതു ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. ഈ സമയത്ത് ആകപ്പാടെ വിളറി പിടിച്ച് നിൽക്കുവാണ് ഭദ്രൻ വിളറി പിടിച്ചിരിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, അനാർക്കലി വിളിച്ചിട്ടുണ്ടായിരുന്നു ജയിലിൽ നിന്ന്. 9 മണി വരെ സമയം കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് ജയിലിൽ ചെന്നേക്കണോ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യും, ആകപ്പാടെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് കടന്നു വരുന്നത്. ഗീത് വന്ന് നോക്കിയപ്പം വിനോദ് അവിടെ ഇരിക്കുന്നുണ്ട്. വിനോദ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക്. ഡോക്ടർ ഒന്നും വന്ന് പറഞ്ഞില്ല എന്ന് പറയണം. ഈ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളറി പിടിച്ച് നടക്കുന്നുണ്ട്. അല്ല, അച്ഛൻ ഇത് എന്ത് പറ്റി? അമ്മയെക്കുറിച്ചുള്ള ടെൻഷനാന്ന് വിനോദ് പറയാ. അമ്മയെക്കുറിച്ചുള്ള ടെൻഷനോ? പാവം, പുറമേ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അച്ഛൻ്റെ ഉള്ളിൽ അമ്മയോടുള്ള സ്നേഹമുണ്ട്. അതുകൊണ്ടല്ല അച്ഛൻ അങ്ങനെ നടക്കണേ. കാര്യം എന്താണെന്നറിയോ, അച്ഛൻ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിച്ച് ലെക്ക് കേട്ട് അച്ഛൻ ഇങ്ങനെ നടക്കണ. ഇത് കേട്ടതും ഗീത പറഞ്ഞു, ഈ സമയത്തോ? പിന്നെ അല്ലാതെ, അച്ഛന്റെ സ്വഭാവം അറിയാവുന്ന കാര്യമല്ലേ, ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. അതെ, ഞാൻ അച്ഛനെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഭദ്രന്റെ അടുത്തേക്ക് വെല്ലുവാണ്. ഭദ്രന്റെ അടുത്ത് ചെന്നപ്പം ഗീത ചോദിച്ചു, അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? പിന്നെ ടെൻഷൻ അടിക്കാതെ പറ്റുമോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ. ഭദ്രൻ മനസ്സ് വിചാരിച്ച അനാർക്കലിയുടെ കാര്യമാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല അച്ഛാ, അമ്മയ്ക്ക് പെട്ടെന്ന് സുഖമായിക്കോളൂ. അമ്മ സുഖമായിട്ട് ഇറങ്ങി വരുമെന്ന് പറയും. ഓ, നീ ആരുടെ കാര്യം ഉദ്ദേശിച്ച? വിലാസിന്റെ കാര്യമാണോ? അല്ല, അച്ഛൻ ആരുടെ കാര്യം? അല്ല, ഞാനും വിലാസിന്റെ കാര്യം തന്നെയാന്ന് പറയാം. അതെ, അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ആയി പോകാമെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷനൊക്കെ സക്സസ് ആയിരുന്നല്ലോ. ഇനി അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയാം. അതേക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ഒന്നുമില്ല മോളെ എന്ന് പറയാം. പിന്നീട് ഗീത നേരെ അങ്ങോട്ട് വരുമ്പോഴത്തേനുമാണ് ഡോക്ടർ വരുന്നത്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതീ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ. അങ്ങനെ ഗീത നേരെ അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഡോക്ടർ ഇങ്ങനെ വിലാസിനെ നോക്കിക്കൊണ്ട് അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സർജറി കഴിഞ്ഞ് സക്സസ് ആയിരുന്നു. പിന്നെ ട്യൂമറൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 വർഷത്തിന് കുഴപ്പമില്ല. പക്ഷേ 3-4 മാസം കൂടുമ്പോൾ ഒരു MRI ചെയ്തുകൊണ്ടിരിക്കണം. മെഡിസിൻ ഒന്നും മുടക്കാൻ പറ്റില്ല. സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കൃത്യമായിട്ട് നടത്തുകയും ചെയ്യണമെന്ന് പറയാം. ഗീത പറഞ്ഞു, അതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ഡോക്ടർ. സ്കാനിങ് ചെക്കപ്പ് എല്ലാം കൃത്യസമയത്ത് തന്നെ ചെയ്തോളാം. അല്ല ഡോക്ടറെ, ട്യൂമർ മാറ്റിയെങ്കിലും ഇനി അത് നീക്കം ചെയ്തെങ്കിലും ഇനി അത് വരുമോയെന്ന് ചോദിക്കാം. അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു 3 വർഷത്തേക്ക് കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം നമുക്കറിയില്ല. ഈ ഒരു അസുഖമല്ലേ, വന്ന് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാം. ശരി ഡോക്ടർ, ഒരു 2-3 ദിവസം കൂടെ ICU കിടക്കട്ടെ, അതിനുശേഷം പിന്നീട് വാർഡിലേക്ക് മാറ്റിയിട്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് ഗീതോടെ ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി വന്നപ്പം ഭദ്രൻ ചോദിച്ചു, പിലാസിനെ രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീത ചോദിച്ചു, അച്ഛൻ എന്തൊക്കെയാ വർത്താനം പറയണേ? എനിക്കറിയാം, വെന്റിലേറ്ററിൽ കിടത്തു പോമാര് അങ്ങനെ കിടത്തി പൈസ മേടിക്കും, എന്നിട്ട് മരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പല ഹോസ്പിറ്റലും ഉണ്ട്. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയാണ്. ഇത് കേട്ട ഗീത പറഞ്ഞു, അച്ഛൻ എന്നെ സ്ഥലകാലബോധം പോലും ഇല്ലേ? അമ്മയ്ക്കൊരു കുഴപ്പമില്ല. അമ്മയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മയ്ക്ക് ICU ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. കേട്ടൻ വിനോദ് പറഞ്ഞു, അല്ല സംസാരിച്ചു എന്ന് ചോദിക്കുക. സംസാരിച്ചില്ല, ചെറുതായിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് മൂളിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ ആ സെഡേഷനാ. അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ ഒരു 24 മണിക്കൂറും കൂടെ വേണ്ടി വരുമെന്നാ പറഞ്ഞ്. വേറെ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക്. അമ്മ പോസിറ്റീവ്സായി ഞാൻ കാണിച്ചെന്നാ ഡോക്ടർ പറഞ്ഞു. ഇത് കേട്ടൻ വിനോദ് പറഞ്ഞു, സന്തോഷമായി, സമാധാനമായി. 2-3 വട്ടം പ്രിയ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോൾ എടുത്തില്ല. എന്താ പറയേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ടാ കോൾ എടുക്കാത്ത. ഇനി എനിക്ക് ധൈര്യമായിട്ട് പ്രിയയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാലോ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. ഈ സമയം ഭദ്രൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഇവറ്റകൾക്ക് സന്തോഷമായി, പക്ഷെ തനിക്ക് സന്തോഷമായില്ല. കാരണം അനാർക്കലി അവളെക്കുറിച്ച് ഓർത്തിട്ട് ഓരോ നിമിഷവും ടെൻഷനാ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് ഗോവിന്ദന്റെ വരവ് അങ്ങോട്ട്. ഗോവിന്ദനെ കണ്ടത് ഗീതു പെട്ടെന്ന് അങ്ങോട്ട് ഓടിച്ചെല്ലുവാണ്. ചെന്നിട്ട് പറഞ്ഞു, അതെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ അമ്മയ്ക്ക്. അമ്മയുടെ നോക്കിയ ഡോക്ടറെ ഞാൻ കണ്ടായിരുന്നു പറയാം. ഇത് കേട്ടോ ഗോവിന്ദ് പറഞ്ഞു, എനിക്കറിയായിരുന്നു അമ്മയ്ക്കൊന്നും കുഴപ്പം സംഭവിക്കില്ലെന്ന്. ഇനിയിപ്പോൾ അമ്മേനെ ഇവിടെയല്ല വേറെ എവിടെ വെള്ളം കൊണ്ട് ചികിത്സിക്കാൻ തയ്യാറായിട്ടായിരുന്നു ഞാൻ ഇരുന്നേന്ന് പറയാം. ഇതോടൊപ്പം ഗീതു, ഒത്തിരി നന്ദിയുണ്ട്. നന്ദി എന്തിനാ പറയണേ? നിന്റെ അമ്മയല്ലേ, അപ്പൊ നിന്നോടുള്ള സ്നേഹം എനിക്ക് നിന്റെ അമ്മയോടും ഇല്ലേ? അപ്പൊ അവരെ രക്ഷിക്കേണ്ട കടമ ബാധ്യത എനിക്കില്ലെന്ന് ചോദിക്കുക. ഗീതു പെട്ടെന്ന് ഗോവിന്ദന്റെ കൈയെടുത്ത് പിടിച്ച് താങ്ക്സ് ഒക്കെ പറയാണ്. ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഭദ്രൻ നിൽക്കുന്നുണ്ടായിരുന്നു. 2 പേർക്കും സന്തോഷമായി. 2 പേരും കൂടെ സന്തോഷിക്കുന്ന കണ്ടില്ലേ? താൻ ഇവിടെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്തല്ലോ, അനാർക്കിലെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദനോട് പറഞ്ഞാലോ? ചെന്ന് പറയാം. ഇപ്പം മനസ്സ് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ നേരെ ഗോവിന്ദനോട് ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഭദ്രൻ അങ്ങോട്ട് വരുവാണ്. വന്നിട്ട് ഭദ്രൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അങ്ങനെ ഭദ്രൻ വന്നപ്പോഴത്തേനും ഗോവിന്ദൻ പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാം, ഇവിടെ പുറത്താരെങ്കിലും വേണം, എനിക്ക് ഗീതനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്.
ഞങ്ങൾ പുറത്തു പോയി സംസാരിക്കട്ടെ എന്ന് പറയണം. അല്ല പിന്നെ അത് ഞാൻ എനിക്കൊരു കാര്യം. എന്ത് കാര്യാ പറഞ്ഞല്ലോ. ഓ, അമ്മയുടെ അടുത്ത് ഇവിടെ നിൽക്കുക. ചിലപ്പോൾ എപ്പോഴും ഡോക്ടർമാർ വന്ന് എന്തെങ്കിലും കാര്യത്തിന് വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. നിൽക്കുക. ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ വിളിച്ചു. ബാ ഗീതു, എനിക്കൊരു കാര്യം സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാം. അങ്ങനെ പുറത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഗീതി ചോദിച്ചു, അല്ല കണ്ണേട്ടനോട് എന്നോട് സംസാരിക്കാനുള്ളേ? അതെ, നിന്നെ ഞാനൊരു വിലപ്പെട്ട സ്ഥാനം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. നീ എന്നോട് പറഞ്ഞില്ലേ എനിക്കത് തിരിച്ചു വേണമെന്നൊക്കെ പറഞ്ഞില്ലേ? എന്ത് സാധനം? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഓർക്കുന്നില്ലോ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏ പിന്നീട് ഗീതു ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടില്ല. എന്താ? പെട്ടെന്ന് ഗോവിന്ദൻ അങ്ങോട്ട് കൈ ചൂണ്ടി കാണിക്കണം. അപ്പൊ ഗീതുവിന്റെ കാർ അവിടെ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഞാനിത് ഓഫീസിൽ കൊണ്ട് ഇട്ടേക്കുവാന്ന് പറഞ്ഞോണ്ട് നീ എന്തൊക്കെ എന്നെ പറഞ്ഞു. ഇനി കുഴപ്പമില്ല, നീ എടുത്തോ എന്ന് പറയണേ. ഇത് കേട്ട ഗീതുവിന് സന്തോഷമായി. ഗീതു പറഞ്ഞു താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞേ. ഈ താങ്ക്സ് ഒന്നും വേണ്ട. അതെ, എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ കാറിൽ കുറച്ച് സമയം ഒന്ന് ചുറ്റി അടിച്ചാലോ എന്ന് പറയാം. ഗോവിന്ദ് പ്രതീക്ഷിച്ച കാര്യമായിരുന്നു. രോഗി ഇച്ഛിച്ചും വൈദ്യം കൽപ്പിച്ചതും പാല്. എന്നാ ബാ നമുക്ക് കേറാന്ന് പറയാണ്. അങ്ങനെ കേറാൻ തുടങ്ങിയപ്പോൾ ഗീത പറഞ്ഞു, ആ കാറിന്റെ കീ കൊണ്ടുപോകട്ടെ, ഞാൻ വണ്ടി ഓടിക്കാന്ന് പറയാണ്. അങ്ങനെ ഗോവിന്ദ് കാറിന്റെ കീ കൊടുത്തു. ഇത് കാർ എടുത്തു. അപ്പൊ ഗോവിന്ദിന്റെ മനസ്സിലെ പ്രതീക്ഷ ഈ യാത്രയില് ഗീതുവിന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഗീത തന്നോട് തുറന്നു പറയും. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഗോവിന്ദ് കാറെ കയറുന്ന തന്നെ. അങ്ങനെ കയറി ഇത്രയും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗീതനോട് ചൊല്ല, നിനക്കൊന്നും സംസാരിക്കല്ലേ എന്നോട്? താങ്ക്സ്, ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഈ കാർ എനിക്ക് വീണ്ടും തിരികെ തന്നേന്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദിച്ച്, ഇതാണോ നിനക്ക് പറയാനുള്ളത്? നിനക്ക് വേറൊന്നും എന്നോട് പറയാനില്ലേന്ന് ചോദിക്കുക. വേറെന്താ? അല്ലെങ്കിൽ വേറൊന്നും നീ ഒന്ന് ആലോചിച്ച് നോക്കിയ. ഉണ്ട്, ഒരു കാര്യം ഉണ്ടെന്ന് പറയണ. ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി. ഇപ്പൊ തന്നെ പ്രണയം തുറന്നു പറയും. എന്ത് കാര്യം? അല്ല, ഈ കാറിനകത്ത് സ്റ്റീരിയോ അത്ര ശരിയല്ല. അതിനകത്ത് FM ട്യൂണിനകത്ത് ശരിയായിട്ട് കിട്ടുന്നൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അതൊന്നും മാറ്റി ഒന്ന് പിടിപ്പിച്ചു തരാന്ന് ചോദിക്കും. ഓ, ഭ്രാന്ത് പിടിക്കുന്നു. അതെ നിർത്തേ, എനിക്ക് ഓഫീസിൽ പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറയും. ഇത് കൊള്ളാലോ, ഇത്ര സമയം ഒരു തിരക്കില്ലായിരുന്നല്ലോ, പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തിരക്ക്? എന്ത് പറ്റി? സൗണ്ടൊക്കെ ഇച്ചിരി കൂടിയിട്ടുണ്ടോ എന്ന് പറയാം. അല്ല അത് പിന്നെ ഞാനേ അറിയാതെ എൻ്റെ BP ഒന്ന് ഷൂട്ടായെന്ന് തോന്നാം, അതുകൊണ്ട് എനിക്ക് സംഭവിച്ചാന്ന് പറയാം. ശരി ശരി. അല്ല എന്ത് പറ്റി? ഒന്നുമില്ല. ഗോവിന്ദ് മനസ്സിൽ പറഞ്ഞു, ഇവള് കാര്യം പറയുമെന്ന് തോന്നുന്നില്ല, താനായിട്ട് മുൻകൈ എടുക്കേണ്ട വരുമെന്നാ തോന്നുന്നത്. ഈ സമയം ഗീത മനസ്സിൽ പറയാം, എനിക്കറിയാം ഗോവിന്ദേട്ടാ, ഗോവിന്ദേട്ടൻ എന്തോ കാര്യം എന്നോട് പറയാനായിട്ട് ഒളിച്ചു വെക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ ഈ മാറ്റത്തിന് കാരണമെന്ന് എനിക്കറിയാം. ഇനി പിന്നെ അമ്മാന്ത തന്നെ എന്ത് കാര്യമുണ്ടല്ലോ എന്നോട് തുറന്നു പറ എന്ന് പറയുവാണ്. പിന്നീട് കാണിക്കുന്ന കിഷോർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിഷോറിന്റെ അടുത്തേക്ക് കിഷോറിന്റെ അമ്മ വരുവാണ്. വന്നിട്ട് ചോദിച്ചു, എടാ മോനെ, നിനക്ക് ഇങ്ങനെ ഇരുന്നാൽ മതി എന്നും കുന്നും. AGM ജോലി പോയെന്ന് ഓർത്തോണ്ട് നിനക്ക് വേറൊരു ജോലിക്ക് ശ്രമിച്ചു കൂടെയെന്ന് ചോദിക്കാം. അമ്മേ, എനിക്ക് ഇവനെ ഇപ്പം വേറുള്ളവരുടെ കമ്പനി പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല, സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ താല്പര്യം എന്ന് പറയും. എടാ അതിനൊക്കെ ഒത്തിരി പൈസ വേണ്ടേ? അതിന് എവിടുന്ന് പൈസ ഉണ്ടാവും? അതിനൊക്കെയുള്ള പൈസ നമുക്ക് ഉണ്ടാക്കാനേ എന്ന് പറയാണ്. ഈ സമയത്ത് താഴെ കാറിന്റെ ഒരു ഓണടി ശബ്ദം കിട്ടും. അങ്ങനെ കിഷോറിന്റെ അമ്മയും കൂടെ ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ആ കാർ അങ്ങോട്ട് കയറി വരുന്നതണ്ടേ. അപർണയ്ക്ക് അജാസും കൂടെ ആയിരുന്നു. അപ്പം അജാസ് അപർണയോട് പറഞ്ഞു, അതെ ഇനിയിപ്പം ഇങ്ങനെ തന്നെ വരാൻ നിൽക്കണ്ട, ഓട്ടോറിക്ഷ ഒന്നും പിടിച്ച് വരാൻ നിൽക്കണ്ട, ഞാൻ അതിലൂടെയല്ലേ പാസ് ചെയ്ത് പോകുന്നത്, ഞാൻ കൊണ്ടുവന്നാളെന്ന് പറയാ. പെട്ടെന്ന് അപർണ ശരിയാ, ഒരു പക്ഷേങ്കില് ഞാൻ ഇപ്പോൾ കാർ എടുക്കാറില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു തലചുറ്റലൊക്കെ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് വണ്ടി എടുക്കാത്തെ. പിന്നെ അജാസയ്ക്ക് ഈ വഴി ആയതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്തു, എനിക്ക് വിരോധമൊന്നും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട അജാസ് പറഞ്ഞു, നാളെ തൊട്ടായിക്കോട്ടെ, എല്ലാ ദിവസവും ഞാൻ കൊണ്ടുവന്ന് വിട്ടോളാം എന്ന് പറയാം. ശരി, എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുവാണ്. ഇറങ്ങി ഡോർ അടയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേനും മോളി ബാൽക്കണിയിൽ കിഷോറിന്റെ അമ്മയും കൂടെ നിൽക്കുന്നുണ്ട്. ഇവർക്കിട്ടൊരു പണി കൊടുത്താലോ? പണി കൊടുക്കാൻ പറ്റിയ അവസരം തന്നെ. പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം, തല കറങ്ങുന്ന പോലെ ഇങ്ങോട്ട് അഭിനയിക്കുവാണ്. പെട്ടെന്ന് അജാസ് ഇറങ്ങി വന്നു. എന്ത് പറ്റി? എന്താ കാര്യം? എന്തോ എനിക്കൊരു തല കറങ്ങുന്ന പോലെ എന്ന് പറയണം. പെട്ടെന്ന് അപർണയെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ്. ഇത് ടെറസിന് മോളിൽ നിന്ന് കിഷോറിന്റെ അമ്മയും കാണുവാണ്. എടാ നോക്കടാ, നോക്ക്, കണ്ടോ അവന്റെ നിപ്പ് കണ്ടില്ലേ? ഈ നിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നേ അവളുടെ വയറ്റിൽ വരുന്ന അവന്റെ കുഞ്ഞാന്ന് എനിക്ക് തോന്നേ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവളെ കൊണ്ട് അവനങ്ങ് പോകുന്ന എനിക്ക് തോന്നേ. ഇത് കേട്ടോ അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടെന്ന് ചോദിക്കുക. പിന്നെ മിണ്ടായിരിക്കാൻ നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാ, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അല്ല നിന്നെ വീട്ടിൽ കയറി തല്ലി ഒരുത്തന്റെ കൂടെ അവളിങ്ങനെ കറങ്ങി അടിച്ച് നടക്കുവോ? ഈയിടെയായിട്ടെല്ലാം അവളെ കൊണ്ടുവിടുന്ന അവനാന്ന് പറയാം ആജാസ്. ഇത് കേട്ടത് കിഷോറിന് ആകെപ്പാടെ പെരുത്ത് കയറി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ. പിന്നീട് വീണ്ടും ഒരു തലകറക്കം അഭിനയിക്കുന്നുണ്ട്. പിന്നെ അജാസ് ചോദിച്ചു, എങ്ങനെയുണ്ട്, ഇപ്പൊ കുഴപ്പമുണ്ടോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാ, കുറവുണ്ടെന്ന് പറയാം. ഇത്ര പെട്ടെന്ന് തലകറക്കം കുറഞ്ഞോ? അതെ, ഈ തലകറക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതെവിടെ നിൽക്കുന്നവരെ കാണിക്കാറെന്ന് പറയും. ആരാണ് എവിടെ നിൽക്കുന്നത്? നമ്മുടെ സൈഡിലൊന്നുമല്ല, ആ മോള് ബാൽക്കണിയിലേക്ക് നോക്കാൻ രണ്ടുപേരും നിൽക്കുന്നേ. നോക്കണം പതുക്കെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കിഷോറിന്റെ അമ്മയും നിൽക്കുന്നുണ്ട്. ഓ മനസ്സിലായി, ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറയാ. പിന്നീട് അവനിങ്ങനെ തോളത്ത് പതുക്കെ തട്ടുക.
ശരി ശരി എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറയാൻ. ഓക്കെ ബൈ ടാറ്റ സീ എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ കൊടുത്താൽ പോകുന്നത്. ഇത് കാഴ്ച കണ്ടതും കിഷോറിന് ഒട്ടും സഹിച്ചില്ല. അതെ അമ്മേ, ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ പോവാ. ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ ഇടയ്ക്ക് തടസ്സം പിടിക്കാൻ വന്നേക്കരുത്. പറഞ്ഞു കേട്ടല്ലോ. ഞാൻ ഒന്നിനും വരുന്നില്ലേ, എന്ത് വെച്ചാൽ ചെയ്തോളാൻ പറയാണ്. പിന്നീട് അപർണ മുകളിലേക്ക് കയറി വരുമ്പോഴാണ് കിഷോർ എന്നിട്ട് പറഞ്ഞു അവിടെ നിൽക്കാൻ പറയണം. എന്താ? അല്ല നീ എന്തിനാ അജാസിന്റെ കൂടെ പോയത്? നീ എങ്ങോട്ടാ അവൻ്റെ കൂടെ കറങ്ങാൻ പോയെന്ന് ചോദിക്കുക. അതെ അതെന്തിനാ കിഷോർ അറിയേണ്ട ആവശ്യം? ഓഹ് അപ്പം ഞാൻ അറിയണ്ടല്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ, നിന്നെ പലവട്ടം ഞാൻ വിളിച്ചല്ലോ, നീ വരാൻ കൂട്ടാക്കിയില്ലെന്ന് പറയാം. ഓ അപ്പൊ അതുകൊണ്ട് അവനെയും വിളിച്ചോണ്ട് പോയല്ലേ നിൽക്കണം. അതെ അതെന്റെ ഇഷ്ടം. അല്ല ഇതൊക്കെ ഞാൻ അറിയണ്ടേ, ഞാൻ നിന്റെ ഭർത്താവല്ലേ നിൽക്കും. ഭർത്താവാണ് പോലും. ഭർത്താവ് വന്ന് പറയാൻ പോലും നാണമില്ലേ കിഷോറെ നിനക്ക്? നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചു, നിനക്ക് വരാൻ കഴിയത്തില്ല. ഡോക്ടർ കുറെ നാളായി ചോദിക്കുന്ന ഭർത്താവ് എവിടെയെന്ന്. ഇന്ന് പോയിട്ട് എനിക്ക് അജാസിക്കാനെ കാണിച്ചു കൊടുക്കേണ്ടി വന്നു, ഇത് എന്റെ ഭർത്താവെന്ന് പറഞ്ഞിട്ട്. ഇടി നിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട, ഷൗട്ട് ചെയ്യാൻ വേണ്ട, കാരണം നിന്റെ കഴിപ്പാട് എങ്ങനെയൊക്കെ സംഭവിച്ചേ. ഇത് കേട്ടപ്പം അവൻ പറഞ്ഞൊരു കാര്യം ചെയ്യ, നീ എങ്ങോട്ട് വെള്ളം പൊക്കോ, ആരുടെ ഉള്ളും കടങ്ങി അറിയിച്ചു അടിച്ചോ. പക്ഷേങ്കില് നിന്റെ എന്റെ പേര് ജോയിന്റ് അക്കൗണ്ടിലുള്ള പണവും പ്രോപ്പർട്ടി എനിക്ക് തന്നിട്ട് നീ എങ്ങോട്ട് വെള്ളം പൊക്കോളാൻ പറയാ. ഇത് കേട്ടോ അപർണ പറഞ്ഞു നാണമില്ലേടാ നിനക്ക് പറയാനായിട്ട്, അതെന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയാ. നീ നിന്റെ അച്ഛന്റെ ഉണ്ടാക്കിയത് എന്തെങ്കിലും ഉണ്ട് പോയി എടുക്ക്, അല്ലാതെ എന്റെ ഡാഡി അധ്വാനിച്ചുണ്ടാക്കിയത് നിനക്ക് തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോവാ. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് മുളയിലും കൂടെ നുള്ളിക്കളഞ്ഞേരെ. ഇത് കേട്ടതും കിഷോർ പറഞ്ഞു ഞാൻ നിന്റെ ഡാഡിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്ന് പറയാം, അജാസുമായിട്ട് ബന്ധത്തെക്കുറിച്ചൊക്കെ. ചെന്ന് പറഞ്ഞു കൊടുക്കടാ, ചെന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് വേണം എനിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ ഡാഡിയോട് സംസാരിക്കാനായിട്ട്. നിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് മൊത്തം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഡാഡി നിന്നെ ഷൂട്ട് ചെയ്യും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് പോയി പറഞ്ഞു കൊടുക്കാൻ പറയാ. ഇനിയിപ്പം ഞാനത് പറഞ്ഞു കൊടുക്കാതിരിക്കണമെങ്കിൽ നീ ഞാൻ പറഞ്ഞൊക്കെ അനുസരിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറയാം. ആകെപ്പാടെ കിഷോർ പെട്ടുപോയി. പിന്നെ അത് മാത്രമല്ല എന്നെ അജാസിനെ കുറിച്ച് ഈ വീട്ടിലുള്ളവർക്ക് തെറ്റിദ്ധാരണയുണ്ട്, അതൊക്കെ മാറ്റിയെടുക്കേണ്ട കടമ നിനക്കാന്ന് പറഞ്ഞിട്ട് അവർണിക കയറി പോവാ. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില് കിഷോർ നിൽക്കുകയാണ്. അപ്പോഴാണ് കിഷോറിന്റെ അമ്മ എങ്ങോട്ട് വരുന്നത്. എന്താടാ മോനെ, നീ അവളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് ചോദിക്കുക. എന്ത് കാര്യങ്ങള്? അല്ല അജാസും അവളും നമ്മളെ ബന്ധത്തെക്കുറിച്ച്. എന്ത് ബന്ധം? അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് പറയാ, അതൊക്കെ നിങ്ങൾ വെറും തെറ്റിദ്ധാരണയാന്ന് പറയാ. അല്ല നീ മുമ്പ് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞെന്ന് പറയാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഇന്ന് മുതൽ ഞാൻ ജാനിയുടെ അബിയുടെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.